എല്ലാവരും ഓഫീസ് ഡേ എടുത്ത് കഴിഞ്ഞ് മടുത്ത് കാണും. പക്ഷേങ്കിൽ ഞാൻ ഇപ്പോഴാണ് അതൊന്ന് തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ വിശന്ന കുറക്കണ്ട, നമുക്ക് എടുത്ത് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നറിയാലോ. പക്ഷേ ഓഫീസ് ഡേ ഫുള്ളായിട്ടൊന്നും ഉണ്ടാവില്ല. കാരണം പകുതി സമയം കഴിയുമ്പോഴാണ് ഒരു ബോധോദ്യം വരിക, വീഡിയോ എടുക്കണ്ടേ ഉള്ളത്. കാരണം നമ്മളൊക്കെ പിറ്റ വയസ്സ് തുടങ്ങുന്നതല്ലേ ഉള്ളൂ. അപ്പം അത്രയും പ്രതീക്ഷിക്കണ്ടു. എൻ്റെ ബാഗ് കെട്ടുന്നേരം ഇത് അന്നത്തെ വ്ലോഗിൽ ഡ്രസ് ഞങ്ങളോട് എന്നും ടാറ്റ പറയുന്നത് ഇതാ ഈ കടയിലെ അച്ചാച്ചന. എന്താ അറിയില്ല, മൂപ്പരുണ്ടാവും ഞങ്ങൾ പോകുന്ന സമയത്തുണ്ട്, ഞങ്ങൾ വരുന്ന സമയത്തുണ്ട്. അപ്പോൾ നമ്മളോട് ടാറ്റ ഒക്കെ പറയിച്ചിരിക്കുകയെല്ലാം ചെയ്യും. അത് കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ബസ് കയറുന്നത്. ജെയിന് നാട്ടിൽ പോകുന്ന കൊണ്ടാണ് ഇത്രയും വലിയ ലഗേജും കൊണ്ട് കുട്ടി നിൽക്കുന്നത്. അങ്ങനെ ബസ് വന്നു, നമ്മൾ ബസ് കയറി. പിന്നെ എൻ്റെ കൂട്ടത്തിൽ ആരും എവിടെ എത്തിയാലും വായി അടക്കൂല. കാരണം എന്തെങ്കിലും വളവള സംസാരിച്ചുകൊണ്ടേ നിൽക്കണ്ടാവും. പക്ഷേ ഇപ്പോൾ കുട്ടി എന്നെ ഉപദേശിക്കുകയാണ് ബസ് ഇറങ്ങിയിട്ട് ശ്രദ്ധിച്ചിട്ട് അപ്പുറത്തേക്ക് കിടക്കണേ എന്നുള്ളത്. കാരണം എനിക്ക് റോഡ് ക്രോസ് ചെയ്യാൻ ഭയങ്കര പേടിയാണ്. ഒരാളിനാണ് ഞാൻ പോക്കേയില്ല. പക്ഷെ എന്തോ ഭയം കൊണ്ട് അന്നെങ്ങനെയോ ഞാൻ അപ്പുറത്തേക്ക്. ഈ പടികൾ കയറാനാണ് ഞങ്ങൾക്ക് ഏറ്റവും ടാസ്ക്. കാരണം ഓൾറെഡി നമ്മൾ ക്ഷീണിച്ചിട്ട് പിന്നെയും കയറണം അങ്ങടേക്ക്. അങ്ങനെ നമ്മൾ ഓഫീസിലെത്തി വർക്കെല്ലാം സ്റ്റാർട്ട് ചെയ്യും. അന്നത്തെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നോക്കും. പിന്നെ ഒരു 10:30 ആകുമ്പോഴേക്ക് എല്ലാവർക്കും അങ്ങോട്ട് വിശക്കാൻ തുടങ്ങും. അപ്പം നമ്മളെന്താ കുരിയാണ് ഒരു 11:30 മണിയാകുമ്പോൾ മിൽമയിലേക്ക് വിളിക്കും. കൂട്ടത്തിൽ എല്ലാവരുടെ വയറ്റിലും കോഴിയും മക്കളുള്ളത് കൊണ്ട് എല്ലാവർക്കും ഒരുപോലെ വിശക്കും. അപ്പം നമ്മൾ മിൽമയിലേക്ക് വിളിച്ച് ചായ ഓർഡർ ആക്കും. 4 ചായ. കടി എന്തുണ്ടെങ്കിലും ഞാനിപ്പോൾ ഇത് മാത്രമാണ് മേടിക്കൽ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചില കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഓർമ്മ വരുന്നത്. അങ്ങനെയാണ് എനിക്ക് ഉച്ചക്കത്തെ ഫുഡൊക്കെ മിസ്സായത്. കാരണം എനിക്ക് ഓർമ്മയില്ല വീഡിയോ എടുക്കേണ്ടത്. തിന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വീഡിയോ എടുക്കണല്ലോ. പിന്നെ നമ്മൾ വൈകിട്ട് ചായ കട്ടാക്കി നമ്മൾ ഷവായി കഴിക്കാമെന്ന് വെച്ച്. പിന്നെ ഒരു കാത്തിരിപ്പാണ്. കാരണം അത് കിട്ടുന്നവരെ ഒരു സമാധാനം ഉണ്ടാവില്ല. പിന്നെ ഞാളവിടെ പോയ സമയത്ത് അതായിട്ടില്ലേനും, കുറച്ചുകൂടി സമയം ഇനിയും വേണേനും. പക്ഷേങ്കിൽ മൂക്കിന് മണം അടിച്ചിട്ട് തിരിച്ചിങ്ങ് വരാനും തോന്നില്ല. അപ്പം നമ്മളെന്താക്കി അതും വെയിറ്റ് ചെയ്ത് അവിടെ തന്നെ ഇരുന്ന്. എൻ്റെ കൂടി വിതറിക്കോ. സന്തോഷായോ? അങ്ങനെ ഒടുവിൽ അത് തിന്ന് കഴിഞ്ഞപ്പോൾ ഒരു ആശ്വാസം കിട്ടി. ഞങ്ങൾക്കിങ്ങനെ എന്തെങ്കിലും ഫുഡ് കിട്ടിയാൽ അങ്ങനെ മെല്ലെ തിന്നാൻ ടീംസ് അല്ല. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വയറ്റിലാക്കിയിട്ട് ബാക്കി എന്ത് കഴിക്കാമെന്ന് ആലോചിക്കുന്ന ടീംസാണ്. അപ്പോൾ എന്താക്കുമ്പോൾ നമ്മൾ സ്പീഡ് ഫുഡ് കഴിക്കും. പിന്നെ ആണെങ്കിൽ ഞങ്ങളെ കോപ്പറായം കളി കണ്ടിട്ട് ആടത്തെല്ലാം നമ്മളെ തന്നെ നോക്കേണ്ടി വരും. എല്ലാവരും വരെ കുറച്ച് ആൾക്കാരല്ല, ഈ ആൾക്കാരെ നോക്കി നിൽക്കേണ്ടി വരും. തിന്ന് കഴിഞ്ഞാൽ കുറച്ച് ക്ഷീണം കൂടുതലേക്കും. അപ്പം ഞാൻ വേഗം ഇങ്ങനെ റൂമിലെത്തിയാൽ മതിയേനു എന്ന് പറ്റിയതാ മടിച്ചിത്രത്തായി. ആരും താഴ്ത്ത് കൂട്ടി തരുന്നില്ല. നീ മറ്റേടാ എന്ത് കണ്ട കോലത്തിൽ നാട്ടുകാർ കണ്ടാൽ അങ്ങനെ ഈ ഒരു ഓഫീസ് ഡേ അല്ല, പക്ഷേങ്കിൽ അവിടെ ഇവിടെ ഉള്ളൊരു ഓഫീസ് ഡേ അതിവിടെ നിർത്തുകയാണ്. അടുത്ത പ്രാവശ്യം നമുക്ക് ഇതിനൊക്കെ ബെറ്റർ ആക്കിയിട്ട് വീഡിയോ എടുക്കാനാവും നോക്കാം.